ഹായ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ കുറിച്ച് അപ്ഡേറ്റ്സ് പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് സമ്മർ ഹെയർ കെയർ റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന്. ഓക്കെ, അപ്പോൾ 90 ഡേയ്സ് ഹെയർ കെയറിനും പിന്നെ സമ്മർ ഹെയർ കെയർ റുട്ടീനിനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സമ്മർ ഹെയർ കെയർ റുട്ടീനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് വെള്ളം കുടിക്കുന്നതും പിന്നെ ഹെയർ ടോണറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയാനുള്ളത് ഹോട്ട് ഓയിൽ മസാജായിട്ട് ഏതായാലും നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലുണ്ടോ അതെടുത്ത് നിങ്ങൾ ചെറിയ ചൂടോടെ അത് സ്കാൽപ്പിൽ മാത്രം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഹോട്ട് ഓയിൽ മസാജാണ്, പിന്നെ സ്കാൽപ്പ് മസാജും. ഓക്കെ, പിന്നെ ഇൻവേർഷൻ മെത്തേഡ്, പിന്നെ ബാലയാമ യോഗ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് സമ്മർ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 90 ഡേയ്സ് ഹെയർ കെയർ റുട്ടീൻ, അതായത് 29 ഡേയ്സ് ബാക്കി ഇരിപ്പുണ്ട് നമുക്ക്. 61 ഡേയ്സാണ് ഞങ്ങൾ ഹെയർ കെയർ ചാലഞ്ചായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ബാക്കി 29 ഡേയ്സ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിക്കതും റിമൈനിങ് 29 ഡേയ്സ് എങ്ങനെയാണ് നമ്മൾ മുടി കെയർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഡെയിലി രാവിലെ, ഉച്ചയ്ക്ക്, ഇല്ലെങ്കിൽ രാവിലെ പിന്നെ വൈകിട്ട്, അപ്പോൾ മുടി ജട പിടിച്ചാൽ തന്നെ പതുക്കെ അതിൻ്റെ ജടയൊക്കെ മാറ്റി കളയുക. തുമ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക, സ്പ്ലിറ്റ് എൻഡ്സൊക്കെ വരാതിരിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻഡ്സിൽ, അതായത് സ്പ്ലിറ്റ് എൻഡ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പാലിൻ്റെ പാടയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പാലിൻ്റെ പാട കുറച്ച് തൈര്, അതായത് ഒരു ചെറിയ സ്പൂണോളം, ഒരു ടീസ്പൂൺ അത്ര തൈരെടുത്തിട്ട് അതിൽ നിങ്ങൾ എണ്ണ ചേർക്കാം, അതായത് ആവണക്കെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് നന്നായി ബീറ്റ് അടിച്ചിട്ട് ഇവിടെ എൻഡ്സിൽ മാത്രം, നല്ല റഫായിട്ടുള്ള അവിടെ മാത്രം മുടി ഇങ്ങനെ ഈ വളരുന്നതിൻ്റെ അടുത്ത് മാത്രം മാസ്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് 10-20 മിനിറ്റ്സ് വിട്ടിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്മൂത്തായിട്ടിരിക്കാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും പിന്നെ ജട കെട്ടി നിൽക്കുന്നതും കുറയാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ താരൻ പ്രശ്നമുള്ളവർ തൈര്, ഉലുവ നന്നായി ചേർത്തിട്ട് മിക്സിയിലടിച്ച് ഇത് നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനെ അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, പ്രൊപ്പോർഷൻസ് എടുത്തിട്ട് നന്നായിട്ട് സ്മൂത്തായി പേസ്റ്റായി അരയ്ക്കുക. എന്നിട്ട് മുടിയിൽ എല്ലാം തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അതും 20-30 മിനിറ്റ്സ് വിട്ടിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. സൈനസ് പ്രശ്നം ഉള്ളവർക്ക് 30 മിനിറ്റ്സ് വയ്ക്കാം. പിന്നെ ജലദോഷം, പെട്ടെന്ന് കഫ പ്രശ്നമുള്ളവരൊന്നും എനിക്ക് കോൾഡ് വരില്ല പെട്ടെന്നെന്ന് പറയുന്നവർ 1 മണിക്കൂർ വരെയൊക്കെ വയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതും 1 അവർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഇതും ആഴ്ചയിലൊരിക്കൽ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായി പാക്ക് പറയാനുള്ളത് ഇത് കഴിയോന്നി എന്ന് പറയുമല്ലോ, ഭൃംഗരാജ് ലീവ്സ്, അതും പിന്നെ കറി ലീവ്സ്, കറിവേപ്പില കുറച്ച്, പിന്നെ തൈര്. ഓക്കെ,
ഇത് ഇത്രയും മിക്സിയിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് മുടി നന്നായി കറുപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത്, ഇത് ഞാൻ ഇപ്പോൾ ഒക്കെ ആവണക്കെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ഹെയറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേബി ഹെയർസൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ റെഗുലറായി ഉപയോഗിക്കാവുന്നതാണ്. താരൻ്റെ പ്രശ്നമുള്ളവർ നിങ്ങൾക്ക് ഓലിവ് ഓയിൽ തേക്കാം, ബാദാം എണ്ണ ഉപയോഗിക്കാവുന്നതാണ്, പിന്നെ കാസ്റ്റർ ഓയിൽ. ഓക്കെ, അതായത് ആവണക്കെണ്ണ ചെറിയ ചൂടോടെ എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചൂട് ഹ്യൂമിഡിറ്റിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, റെഗുലറായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ പാതി പ്രശ്നം, മുടിയിലത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാനാവുന്നതാണ്. ഓക്കെ, പിന്നെ പഴയ ഹെയർ കെയർ പാക്സും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ സലാഡ് കഴിക്കാം, ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഡെയിലി കഴിക്കണം. പിന്നെ വെള്ളം നിറയെ കുടിക്കുക. ഓക്കെ, ദാഹം എടുക്കുമ്പോൾ ഒക്കെ ഒരു ബോട്ടിലിൽ വെക്കുക, ഒരു വാട്ടർ ബോട്ടിൽ 1/2 ലിറ്ററോ ഇല്ലെങ്കിൽ 1 ലിറ്ററോ നിങ്ങളുടെ വെള്ളം നിങ്ങൾ എത്ര കുടിക്കുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ ചൂട് കാലം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കെയർ എടുക്കേണ്ടത് ഒരുപാട് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അതൊരു പണി തരുന്നതാണ്. അതായത് ഹെയർ ഫോളാവും, താരനാവും, പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുന്നതാണ്. എത്രയൊക്കെ DIYs പുറത്തുനിന്ന് ചെയ്താലും ഉള്ളിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഞങ്ങളുടെ ഭക്ഷണക്രമങ്ങളൊക്കെ നന്നായിട്ട് നോക്കി പോരുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വയറിൻ്റെ പ്രശ്നം, അതായത് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമാവാം, ഇല്ലെങ്കിൽ ഇൻഡൈജഷൻ പ്രശ്നം ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. പിന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ ഉള്ള ഫുഡാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുത്ത് നന്നായി കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും നിങ്ങൾക്ക് ഇത് ഫ്രൂട്ട് ജ്യൂസ് എടുക്കാവുന്നതാണ്. പിന്നെ ഷുഗർ കുറവായിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ വിതൗട്ട് ഷുഗർ അതും ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഷുഗർലെസ് ആയിട്ട് നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ രാത്രിയിലെപ്പോഴും സ്കാൽപ്പ് മസാജ് കൊടുക്കുന്നതാണ്. സ്കാൽപ്പ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആഴ്ചയിൽ 3 തവണ ഇൻവേർഷൻ മെത്തേഡിൽ നിങ്ങൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി പറയാനുള്ളത്, ഇനി കുറച്ച് ദിവസം ബാക്കി എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്യേണ്ടത്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പിന്നെ റിക്വസ്റ്റഡായിട്ട് വീഡിയോസ് വന്നതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് ഒരിക്കൽ ചെയ്യാവുന്നതാണ്, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കൊക്കെ 29 ഡേയ്സ് കംപ്ലീറ്റ് എടുത്ത് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത്
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് സമ്മർ ഹെയർ കെയർ റൂട്ടീന് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോസ്, ഷോർട്സ് വീഡിയോസൊക്കെ, പിന്നെ വേറെ ചില വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെല്ലാം DIYs എല്ലാം നോക്കുക. ഓക്കെ, എല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.